സ്നേഹിക്കാൻ തുടങ്ങിയത്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ആരെയും കാണുന്നില്ലല്ലോ. പിന്നെ എന്തെങ്കിലും രക്ഷപ്പെടുന്നവന്മാർ അവരാണ് നമ്മുടെ മക്കളും എല്ലാം. അപ്പോൾ അവരെ നല്ലപോലെ ഞാൻ സ്നേഹിക്കുമായിരുന്നു. ഞാൻ എത്ര പിന്നെ അവർ നല്ല ഇടിയൊക്കെ ഇടിച്ചാലും അവനൊന്നും പറയത്തൊന്നുമില്ല. അവരെ തടയും തൂത്തുമൊക്കെ ഇങ്ങനെ അവർ സന്തോഷത്തോടെ അവരെ വളർത്തുമായിരുന്നു. കാരണം നമുക്ക് ഇങ്ങനെ പെട്ടുപോയി, ഇനി അതിനെങ്കിലും നല്ലപോലെ ഭക്ഷണം കൊടുത്താൽ അതിനെ വളർത്താമെന്നുള്ള ചിന്തയായിരുന്നു. പിന്നെ കുട്ടികളെയൊക്കെ പിടിച്ച് ഇങ്ങനെ മടി വെച്ചോണ്ട് മാറിയിരിക്കും. ഇപ്പം അതിലെ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള കൂടെ ഉള്ള നാട്ടിലുള്ള ആൾക്കാരുടെ പേരൊക്കെ ഇട്ട് വിളിക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോഴും ഉണ്ടോ? ആ നാട്ടുകാരൊക്കെ അവരൊക്കെ ചുറ്റുപാടുണ്ടോ? അത് ഇല്ല, അത് നമ്മുടെ നേരത്തെ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ തന്നെ വിളിക്കുന്നതായിരുന്നു, അല്ലാതെ അവരൊക്കെ ബുക്കിലൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോ അവരൊക്കെ പേരൊക്കെ പറഞ്ഞു. കറക്റ്റാണ് അത്. ഞാനിങ്ങനെ പേരിട്ടൊക്കെ വിളിക്കുമായിരുന്നു. മണി, അമ്മണി, തങ്കമണി എന്നൊക്കെ വിളിച്ച്, ഓരോരുത്തർ കാതറേ എന്നൊക്കെ വിളിച്ച് ഓരോരുത്തരുടെ പേരിങ്ങനെ വിളിക്കുമായിരുന്നു. വിളിക്കുമ്പോൾ അതിങ്ങനെ മേന്ന് കരയുമായിരുന്നു. അങ്ങനെ അതുകൊണ്ടൊക്കെ നല്ല സ്നേഹമാണ്. പിന്നെ നല്ല സ്നേഹിച്ചാടിനെയായിരുന്നു. ചേട്ടനൊരു വിശ്വാസിയായിരുന്നോ? ഞാൻ വിശ്വാസിയായിരുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. ദൈവത്തിനോട് വിശ്വസിച്ചു. അന്ന് പോലെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുവാണ്, എന്തെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണേ എന്ന്. അതേപോലെ തന്നെ ലാസ്റ്റ് സംഭവിച്ചു. നമുക്കേ നമ്മൾ ഭയങ്കര വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ട് അല്ലെങ്കിൽ ഒരു ശക്തി ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾക്കൊന്നും വിളി കേൾക്കാതെ ചില സമയത്ത് നമ്മൾ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ വിശ്വാസം ഒരു സാഹചര്യത്തിൽ സാധാരണ എല്ലാവർക്കും സംഭവിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. അങ്ങനെ ഒരു സാഹചര്യം വല്ലതും വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, അത് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിൽ എന്തെങ്കിലും രക്ഷപ്പെടുത്തും എന്നുള്ളൊരു ചിന്തയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മരണത്തോട് പല പ്രാവശ്യം മരിക്കണമെന്ന് തോന്നി ആത്മഹത്യകൾ ചെയ്യണമെന്നുള്ളൊരു പ്ലാൻ എൻ്റെ മനസ്സിലൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ മതം നമ്മളെ അങ്ങനെ ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ പാമ്പങ്ങനെ കടിച്ച് മരിക്കണമെന്ന് പറഞ്ഞ് താഴെ കടന്ന ദിവസങ്ങൾ ഒരുപാടുണ്ട്. കാരണം പാമ്പ് കടിച്ചാൽ നമ്മൾ ഉറങ്ങി കിടക്കുമല്ലോ, പോകുന്ന അറിയുന്നില്ല. അപ്പം അങ്ങനെ അവരെ കടന്നിട്ടുണ്ട്. അപ്പം അന്നേരം അതിനും നമ്മളെ വേണ്ടാന്ന് വന്നപ്പോഴാണ് പിന്നെ എനിക്കൊരു ഇനിയൊരു ജീവിതം ഉണ്ട്, ദൈവം നമ്മളെ രക്ഷപ്പെടുത്തും എന്നുള്ളൊരു മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്തായാലും ഒരു സുപ്രഭാതത്തിൽ ഇവിടുന്ന് ഒരാൾ വന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകും.